ഭാഗത്ത് താൽക്കാലിക പാലത്തിലൂടെ ആളുകൾ ഇപ്പോൾ മിനിസ്റ്റർ OR കീൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ രാത്രി രക്ഷാ ദൗത്യം സാധ്യമാകുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പുഴയ്ക്കക്കരെ ഒറ്റപ്പെട്ടു പോയ 200ഓളം ആൾക്കാരെ താൽക്കാലിക പാലത്തിൽ കൂടിയും റോപ്പ് വേയും വഴി നമ്മൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് NDRFന്റെ സേന ഇപ്പൊ ഹെലികോപ്റ്ററിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് വേഗത്തിൽ രക്ഷാപ്രവർത്തനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായിട്ട് ഇപ്പൊ നടക്കുകയാണ്. ഇത് രാത്രി ഈ സൈറ്റില് ഈ വിഷയമുണ്ടായ സ്ഥലത്ത് വൈദ്യുതി ഇല്ല, അങ്ങനൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പരമാവധി കാര്യങ്ങൾ രാത്രിയും തുടരാൻ തന്നെയാണ് ഇവിടെ ഭരണകൂടം തീരുമാനമെടുത്തിട്ടുള്ളത്. 93 പേരാണ് ഇപ്പോ മരിച്ചതായിട്ട് നമുക്ക് ബോഡി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയും ഒട്ടനവധി ആൾക്കാർ മണ്ണിന്റെ അടിയിലോ എവിടെയൊക്കെയോ ശേഷിക്കാൻ സാധ്യതയുണ്ട്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കേരള ഗവൺമെന്റും മന്ത്രിമാരും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആൾക്കാരും സജീവമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം. ഊർജിതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. മിനിസ്റ്റർ, രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരുമോ? അതെ, ഈ സമയത്ത് ഇപ്പൊ രാത്രിയും വൈകിയും രക്ഷാപ്രവർത്തനം തുടരുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ അവലംബിക്കാൻ വേണ്ടി പോകുന്നത്. അത്രത്തോളം നമുക്ക് തുടരാൻ വേണ്ടി പറ്റും, അത് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ അതിസാഹസികമായ ലാൻഡിംഗ് അവിടെ നടത്തി കുറേയധികം പേരെ എയർലിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് രാത്രിയും സാധ്യമാകുമോ? ഇനിയും സാധ്യമാകുമോ? അത് രാത്രി കുറച്ച് ദുഷ്കരമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ പ്രദേശത്തേക്ക് വൈദ്യുതിയും മറ്റു കാര്യങ്ങളൊക്കെ പോയത് കൊണ്ട് നമുക്ക് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് രാത്രി ഇരുട്ടിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ വെളിച്ചത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിനിസ്റ്റർ, മുണ്ടക്കൈയിലെ യഥാർത്ഥ അവസ്ഥ എന്ത് എന്നത് ഇപ്പോഴും പുറം ലോകം അറിഞ്ഞിട്ടില്ല. എന്താണ് നമുക്ക് അവിടേക്ക് സേനാ വിഭാഗങ്ങൾ കൂടുതലായി എത്തി തെരച്ചിൽ നടത്തുമ്പോൾ മനസ്സിലാകുന്നത്? മിനിസ്റ്റർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? അതിപ്പോ കുറെ ആൾക്കാർ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് ബോഡി അവിടെ ഉണ്ട്. അതെല്ലാം ഈ മരിച്ച ബോഡിയും അതേപോലെ തന്നെ ഈ ആൾക്കാരെയും ഈ പറഞ്ഞിട്ടുള്ള മാർഗം വഴി നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വേഗത്തിൽ വളരെ സ്പീഡായിട്ടാണ് വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, ഈ റിസോർട്ടുകളിലും കുന്നിന്റെ മുകളിലും മറ്റ് ചില സുരക്ഷിത ഇടങ്ങൾ, അവർ കണ്ടെത്തിയ സുരക്ഷിത ഇടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരെ ഇന്ന് അവിടെ തങ്ങാൻ അനുവദിക്കുന്നത് അവരവിടെ സുരക്ഷിതമായിരിക്കുമോ? കൂടുതൽ മഴയുണ്ട്, കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല ഇപ്പോഴും അവിടെ. അപ്പോൾ അത് അവരെ ഉടൻ മാറ്റുക എന്നത് ഒരു പ്രയോറിറ്റി ആണോ? അതെ, അത് സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എത്രയും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഇപ്പൊ ദൗത്യ സംഘം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മിനിസ്റ്റർ, ഈ ചൂരൽമല കടക്കുക എന്നതാണ് അവിടെ ഒറ്റപ്പെട്ടു പോയവരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ജീവിതം തിരികെ കിട്ടിയവർക്കുള്ള മനസ്സിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അവരെ ഈ പാലം കടത്തി കരയിൽ കൊണ്ടുവന്നാൽ എവിടെയായിരിക്കും അവരെ അധിവസിപ്പിക്കുക? എവിടൊക്കെയാണ് അവർക്ക് വേണ്ടി ക്യാമ്പുകൾ ഒരുങ്ങിയിട്ടുള്ളത്? അവരെ നമ്മളിപ്പോ നേരിട്ട് ആദ്യം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്കാണ്. വയനാട് ജില്ലയിലെ വിവിധ ഹോസ്പിറ്റൽ, മാനന്തവാടി ഹോസ്പിറ്റല്, കൽപ്പറ്റ ഹോസ്പിറ്റല്, സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റല്, പിന്നെ വിംസ് ഹോസ്പിറ്റല്, എല്ലാ ഹോസ്പിറ്റലിലേക്കും ഇവരെ നേരിട്ട് നമ്മൾ അങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ അവര് ഒറ്റപ്പെട്ടു പോയതാണല്ലോ, അതുകൊണ്ട് അവരെല്ലാം നേരിട്ട് ഹോസ്പിറ്റലിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഇപ്പോഴും നമുക്ക് അവിടെ റോപ്പിലൊക്കെ ഈ പരിക്കേറ്റവരെ കൊണ്ടുവരുന്നത് കാണാം. മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ അത് മുണ്ടക്കൈയിൽ തുടങ്ങിയിട്ടുണ്ടോ? അതെ അതെ. മിനിസ്റ്റർ കേൾക്കാമോ? അതെ, കേൾക്കാം.
ശരി, ദുരന്തമുഖത്താണ്, ഒരുപാട് തിരക്കുകളിൽ, ഒരുപാട് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട ഏകോപനങ്ങളിൽ നിൽക്കുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ്. വലിയ തിരക്കിൽ അവർ ലഭ്യമായ വിവരം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും പ്രതീക്ഷ നൽകുന്നതാണ് മിനിസ്റ്റർ OR കേളുവിൻ്റെയും വാക്കുകൾ. രാത്രി വൈകിയും രക്ഷാദൗത്യം തുടരും എന്നതാണ് അദ്ദേഹം അറിയിക്കുന്നത്. അവിടെ ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുക എന്നത് വലിയ പരിഗണനയോടുകൂടി തന്നെ നടത്തുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കരസേനയെ ഉദ്യോഗസ്ഥരും മറ്റും അവരെ അവിടേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. താൽക്കാലിക പാലത്തിലൂടെ അവർ മറുകരയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തുടരും എന്നത് തന്നെയാണ് അദ്ദേഹം നൽകുന്ന സൂചന. മറ്റ് റെസ്ക്യൂ ഓപ്പറേഷനുകളും രാത്രി വൈകിയും തുടരും. വെളിച്ചക്കുറവാണ് ഒരു പ്രധാന വിഷയമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ വെളിച്ചം എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ അത് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് അപര്യാപ്തമാണ്. വലിയൊരു മേഖലയാകെ ഇരുട്ടിലാണ്. അവിടേക്ക് സാധ്യമായ നിലയിൽ വെളിച്ചം എത്തിച്ച് രക്ഷാപ്രവർത്തനം തുടരുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതും പരിമിതമാണ് എന്ന കാര്യം, അതൊരു ദുർഘടമായ സാഹചര്യമാണ് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം